കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. രണ്ട് വൃത്തസ്തൂപികളുടെ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ കാണാനാണ്. എൻ്റെ കുട്ടികൾക്കറിയാം, വൃത്തസ്തൂപികയുടെ വോളിയം കാണുന്ന ഇക്വേഷൻ 1/3 πr²h. വൃത്തസ്തൂപികയുടെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 1/3 πr²h. ഇതിൽ 1/3 π എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് r²hനെയാണെന്ന് പറയാം. ഓക്കെ ആണോ? അതിൽ നിന്നുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ V1/V2. രണ്ട് വൃത്തസ്തൂപികളുണ്ട്, 1 എന്നും 2 എന്നും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. വോളിയത്തിൻ്റെ റേഷ്യോ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റേഡിയസിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനെ ഹൈറ്റിൻ്റെ റേഷ്യോ കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. ഒരിക്കൽ കൂടി, വോളിയത്തിൻ്റെ റേഷ്യോ കാണാൻ റേഡിയസിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനെ ഹൈറ്റിൻ്റെ റേഷ്യോ കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെങ്കിൽ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? വോളിയത്തിൻ്റെ റേഷ്യോ കാണാനായിട്ട് റേഡിയസിൻ്റെ റേഷ്യോ എത്രയാ? 2:3 എന്ന് ചോദ്യം പറയുന്നുണ്ട്. അപ്പം 2/3 സ്ക്വയർ ചെയ്യണം, ഹൈറ്റിൻ്റെ റേഷ്യോ ആയിട്ട് ഗുണിക്കണം. ഹൈറ്റിൻ്റെ റേഷ്യോ എത്രയാ? 3:2 ആണ്. നമുക്ക് 3/2 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9 ഇൻറ്റു ഹൈറ്റിൻ്റെ റേഷ്യോ ആയ 3/2. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇനി ക്യാൻസലേഷൻ ഒന്ന് നോക്കിയാൽ പോരായോ? ഇവിടെ ഈ 3ഉം ഈ 9ഉമായിട്ട് ക്യാൻസൽ ആവും അല്ലേ? അപ്പം 3 താഴെ വരും. പിന്നെ നമുക്കൊരു ക്യാൻസലേഷൻ പറയാൻ പറ്റുന്ന 2ഉം 4ഉമായിട്ട് ക്യാൻസൽ ആകും. 2 × 2 ആണ് 4. അപ്പോൾ ആൻസർ വരുന്നത് 2/3 എന്നാണ്. അപ്പം വോളിയത്തിൻ്റെ റേഷ്യോ എത്രയെന്ന് ചോദിച്ചാൽ 2:3 ആണ്. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.